ബൈക്ക് ഓടിക്കുന്ന എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥ ആകട്ടെ ചൂടായതുകൊണ്ട് ഇവിടെ ഒരു കളറും അതുപോലെ തന്നെ ഇവിടെ ഒരു കളറും ഇതിനൊരു പരിഹാരമായിട്ട് ഞാൻ വന്നുള്ളത് ഇത് ബ്ലൂ ഐലൻഡ് എന്ന ബ്രാൻഡിന്റെ സൺ പ്രൊട്ടക്ഷൻ ജാക്കറ്റ് ആണ് കേട്ടോ. ഇതിനി പെടാൻ നിൽക്കുന്നവരോടാണ് ഞാൻ പറയണത്. പെട്ടുപോയവരടുത്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ജാക്കറ്റ് പോലെ വെയിലൊക്കെയാണ് നല്ല രീതിക്ക്. അപ്പോൾ ഇന്ന് ആഡ്സൊക്കെ ഒരുപാട് കാണും. തമിഴ്നാട് ഭാഗം അങ്ങനെയുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വർഷം മുമ്പേ മുഞ്ചിയതാണ് ഈ ഒരു സാധനം എടുത്തിട്ട്. അതായത് ഈ ബ്ലൂ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. എന്നിട്ട് ഞാൻ ഡെക്കാത്തലോണിൽ പോയിട്ട് സാധാരണ നോർമലി ഈ ഒരു ജാക്കറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു കൂടുതൽ യൂസ് ചെയ്യുന്ന ഡെക്കാത്തലുള്ള നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജാക്കറ്റ് അത്യാവശ്യം. ഇത് UV പ്രൊട്ടക്റ്റ് എന്നൊക്കെ ഇതിൻ്റെ UV പ്രൊട്ടക്റ്റ് അതുപോലെ തന്നെ 98% സണ്ണിൽ നിന്ന്, അതായത് നമ്മുടെ സൂര്യനിൽ നിന്ന് നമുക്ക് ആകും. ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഹാഫ് സ്ലീവ് ഇട്ട് ഈ ഒരു ഷർട്ടിനും എനിക്ക് തോന്നിയിട്ട് നല്ല ലെൻസും വെച്ചിട്ടാണ് ഞാൻ കൈമേടി ചൂടടിക്കുന്നത്. ആ ഒരു അവസ്ഥ, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകണം. ഇനി പെടാനുള്ളവർ പെടാനവർക്ക് പെടാം, എടുക്കണവർക്ക് ഇടാം. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞോളൂ. ഞാൻ ഒരു കൂടുതൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം അതായത് ഇതിൽ കൂടുതൽ നല്ല ഉച്ചയിൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ്. 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പഴം വെച്ചിട്ടാണ് ഞാൻ നമുക്കൊരു UV പ്രൊട്ടക്റ്റ് എന്നല്ല പറയണത്. അത്യാവശ്യം ഒരു എല്ലാ ഭാഗം തന്നെയുണ്ട്. ഞാനിത് ലൈവായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ മോഡലിലേക്ക് ഒരെണ്ണത്തിൻ്റെ മേളിലേക്ക് ഇവർ പറയുന്ന ആ UV പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ഞാൻ വെച്ച് ഓക്കെ കാണുന്നുണ്ടല്ലോ. പഴം കടിയുണ്ട്. ഇനി ഞാൻ ഡെക്ലോത്തിലോണിൽ നിന്ന് ഇതൊന്നുമില്ല പ്രൊട്ടക്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്ന ഒരു ജാക്കറ്റും ഞാൻ വെച്ച് ഓക്കെ. ഇനി കുറച്ച് നേരം ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്പെൻഡിങ് നോക്കാം. നല്ല വെയിലാണ്. ഈ ഒരു വെയിലത്ത് എൻ്റെ ഒരു അനുഭവമാണ്. ഇത് ബുക്ക് ചെയ്തവരുണ്ടാവും. ഇപ്പോൾ കൂടുതലായിട്ട് ആഡ്സ് വരുന്നുണ്ട്. അതായത് ഇത് മേടിക്കാൻ വേണ്ടി ആഡ്സ് കൂടുതൽ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം വെയിലാണ്, നല്ല ചൂടാണ്. ആ സമയമാണ് മാക്സിമം ആൾക്കാർ ഇപ്പോൾ ഈ കൊറിയർ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തവർക്ക് ഇപ്പോൾ നമുക്ക് വന്ന പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അങ്ങനെ ആരും മേടിച്ചിട്ട് നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും നമുക്ക് എന്തായാലും ആ സാധനം എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഈ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്യാവശ്യം വെയിലിന് പുറത്താണ് വച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഇതിൻ്റെ അകത്തുള്ള പഴം, ഇത് ഇതിൻ്റെ അകത്തുള്ള പഴം. നമ്മളൊരു കമ്പനീനെയും മോശമാക്കി പറയുന്നില്ല. ഇത് ഡെക്കാത്തലോണിൽ മേടിച്ചതാണ്. സാധാരണ എന്താ പറയുക, നോർമൽ യൂസിന് വേണ്ടി ഒരു ജാക്കറ്റ് എന്നുള്ള രീതി മേടിച്ചു. ഇത് നമ്മൾ UV പ്രൊട്ടക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന ഈ 2 പഴം നമ്മളുടെ ക്വാളിറ്റി ശ്രദ്ധിച്ചു. ഇത് മറ്റേ വാടി പോകണ മാതിരിയാണ്. ഇത് തൊലി പോകണം. വാടിയാ തൊലി കണ്ടാ വെള്ളം ഒഴിച്ച മാതിരി ഇരിക്കേണ്ട ഈ പഴം. ഈ പഴം വലിയ അങ്ങനെ തന്നെ ഒന്നും സംഭവിക്കാത്ത രീതിക്കാണ് ഈ പഴം ഞാൻ നോർമലി നിൽക്കുന്നു. ഞാൻ അത്രേ പറഞ്ഞോളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് വന്ന ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് മേടിക്കാം, മേടിക്കാതിരിക്കാം. ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവാം, യൂസ് ചെയ്യാത്തവരുണ്ടാവാം. അപ്പോൾ 2 ജാക്കറ്റ് ഞാൻ കൊണ്ടുവന്നു. ആ 2 ജാക്കറ്റിൻ്റെ ഒരു ഗുണം ഞാൻ മേടിച്ചിട്ട് ഒരു വർഷത്തിന് മേളായി. അത് യൂസ് ചെയ്യാറില്ല. പിന്നെ നൈറ്റൊക്കെ വേണമെങ്കിൽ ഒരു ജാക്കറ്റ് എന്നുള്ള രീതിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ പറയും അത്രയും ലൈറ്റ് തുണിയാണ്, മെറ്റീരിയലാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് UV പ്രൊട്ടക്റ്റ് ഇപ്പോൾ ഇത് പറഞ്ഞാൽ നല്ല വെയിലത്ത് നല്ല ആ ഒരു കിട്ടൂല. 100% അത് ഞാൻ ഉറപ്പ് പറയും.